ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു പനക്കൽ. ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ കേരള യൂണിവേഴ്സിറ്റി സെക്കൻഡ് ഇയർ BA സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിക്ക് സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്ന പോയട്രിയും ഗ്രാമറുമാണ്. തേർഡ് പേപ്പറിലെ കാലജയി ഹിന്ദി കഹാനിയാം എന്ന് പറയുന്നതാണ്. അതിലെ ഒന്നാമത്തെ കഹാനിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് വളരെ പ്രസിദ്ധമായ ഒരു കഥ. സെക്കൻഡ് ഇയറിൻ്റെ തേർഡ് പേപ്പറിനകത്ത് ഈ കഥ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ് ഈ കഥ. ഹിന്ദിയിലെ കഥാചക്രവർത്തി എന്നറിയപ്പെടുന്ന ശ്രീ പ്രേംചന്ദിൻ്റെ വളരെ പ്രസിദ്ധമായ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥകളുണ്ട്, അതിൽ വളരെ പ്രസിദ്ധമായ ഒരു കഥയാണ് കഫൻ അഥവാ ശവക്കച്ച എന്ന് പേരുള്ള ഒരു കഥ. അതിൽ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുണ്ട്, ഖീസുവും മാധവും. ആ രണ്ട് കഥാപാത്രങ്ങളെ എടുത്ത് പറഞ്ഞുകൊണ്ട് അന്നത്തെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ തൊഴിലില്ലായ്മയും മറ്റും ഒക്കെ എടുത്തു കാണിക്കുന്നതാണ് ഈ കഥ. അപ്പോൾ നമുക്ക് ആ കഫൻ എന്ന കഥയുടെ സമ്മറിയാണ്, അഥവാ അത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എത്രത്തോളം എഴുതണം, അത് 16 മാർക്കിൻ്റേതാണ്. അപ്പോൾ അതിൻ്റെ സമ്മറിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. കഫൻ കി കഥാവസ്തു സംക്ഷേപമേ ലിഖക്കർ ഉസ്കി സമീക്ഷ കീജിയെ എന്നാണ് ചോദ്യം പരീക്ഷയ്ക്ക് വരുന്നത്. കഫൻ എന്ന കഥയുടെ കഥാസാരം ചുരുക്കി എഴുതിയിട്ട് അതിൻ്റെ സമീക്ഷ എഴുതുക, അത് ചുരുക്കി എഴുതുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഹിന്ദി के कहानी साहित्य के युग निर्माता प्रेमचंद की एक श्रेष्ठ कहानी है कफन. ഹിന്ദി കഥാസാഹിത്യത്തിലെ യുഗനിർമ്മാതാവായ പ്രേംചന്ദിൻ്റെ വളരെ ശ്രേഷ്ഠമായ ഒരു കഥയാണ് കഫൻ. इसमें उन्होंने शोषणपूर्ण सामंतवादी सामाजिक व्यवस्था में होने वाले नैतिक पतन का जीता जागता चित्रण किया है. ഇതിൽ അദ്ദേഹം എന്ന് പറഞ്ഞാൽ പ്രേംചന്ദ് എല്ലാവരെയും ചൂഷണം ചെയ്യപ്പെടുന്ന സാമന്തവാദികളായിട്ടുള്ള സമൂഹത്തിലെ ശ്രേഷ്ഠരെന്ന് വിളിക്കപ്പെടുന്ന കുറേ ആളുകൾ ചെയ്തു കൂട്ടുന്ന ചില ചൂഷണം, ആ ചൂഷണത്തിൽ ജീവിക്കുന്ന ആളുകളെ പറ്റിയുള്ള ഒരു ചിത്രീകരണമാണ് ഇതിൽ പറയുന്നത്. നോക്കാം. ഖീസു और उसका बेटा माधव कामचोर और आराम मतलब थे. ഖീസുവും അയാളുടെ പുത്രൻ മാധവും വേലകള്ളന്മാരും മടിയന്മാരുമായിരുന്നു. गांव में कोई उनको काम पर बुलाना नहीं चाहता था. ഗ്രാമത്തിൽ ആരും അവരെ പണിക്ക് വിളിക്കാൻ ആഗ്രഹിച്ചില്ല. क्योंकि वे आधा घंटा काम करते तो घंटे भर ചിലമ്പിത്തെ. അതിൻ്റെ കാരണം അരമണിക്കൂർ പണിയെടുത്താൽ 1 മണിക്കൂർ നേരം അവർ ചുക്ക പൈപ്പ് വലിച്ചുകൊണ്ടിരിക്കും. ഇസ്കെ അലാവ വേ ദുഗുരി മസ്ദൂരി മാങ്കത്തെ ഹെ. ഇതും കൂടാതെ അവർ വേലയ്ക്ക് ഇരട്ടിക്കൂലി വാങ്ങിക്കുകയും ചെയ്യും. മാധവ് കി ഷാദി കെ ബാദ് ഘർ വ്യവസ്ഥിത് ഹോനെ ലഗ. മാധവന്റെ വിവാഹത്തിന് ശേഷം ആ വീടിന് ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടായി. വഹ സ്ത്രീ പിസായി കർക്കി അഥവാ ഖാസ് ചീൻ കർ ഇൻ ദോനോ പുരുഷോ കെ പേട്ട് ഭർനെ ലഗി. ആ സ്ത്രീ അരി പൊടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ധാന്യങ്ങൾ എവിടുന്നെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് 2 പുരുഷന്മാരെയും ഒരുപോലെ പോറ്റിപ്പോന്നു. തബ്സേ വേ ദോനോം അധിക ആരാം മതലബ് ഹോഗേ. അങ്ങനെ അവർ രണ്ടും വീണ്ടും കൂടുതൽ മടിയന്മാരായി തീർന്നു. മാധവ് കി പത്നി ബുധിയ കുടി കെ അന്തർ പ്രസവ പീഡാസെ തടപ്പ് രഹി. മാധവിൻ്റെ ഭാര്യ ബുധിയ, മൂന്നാമത്തെ കഥാപാത്രമാണ് ബുധിയ.
ബുധിയ പ്രസവവേദന കൊണ്ട് പിടയുകയായിരുന്നു മുറിക്കുള്ളിൽ. ആ കുടിലിൻ്റെ ഉള്ളിൽ ബാബ് ബേട്ടെ ദോനോ പടോസി ഖേത്ത് സെ ചുരാ ലായെ ആലു ഭൂൻ കർ ഖാത്തെ ഹുയെ ബാഹർ അലാവ് കെ പാസ് ബൈഠെ ഹുയെ ഥേ. അപ്പോൾ അച്ഛനും മകനും അയൽവക്കത്തുകാരുടെ വയലിൽ ചെന്ന് കുറച്ച് ഉരുളക്കിഴങ്ങ് മോഷ്ടിച്ചു കൊണ്ടുവന്ന് അത് പുഴുങ്ങി അഥവാ ചുട്ട് കഴിക്കുകയും നെരിപ്പോടിൻ്റെ അടുത്ത് ഇരിക്കുകയും ചെയ്തു. കീസു കെ കഹനെ പർ ബി മാധവ് ഭീതർ നഹി ഗയ. കീസു പറഞ്ഞിട്ട് പോലും മാധവ് അകത്തേക്ക് പോയില്ല. എന്താ കാര്യം? ക്യോങ്കി ഉസെ ഡർ ഥാ കി ഉസ്കെ ജാനെ പർ കീസു ആലു കാ ബഡാ ഭാഗ് ഖാ ജായേഗ. അവന് പേടി ഇതായിരുന്നു, അവൻ അകത്തേക്ക് പോകുന്ന സമയത്ത് അച്ഛൻ ആ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ചുട്ടത് കൂടുതൽ കഴിക്കും എന്നായിരുന്നു. ബുദ്ധിയാക്കി സേവാ ശുശ്രൂഷ കർണേക്ക് ദോനോ നെ ആവശ്യകത നഹി സമച്ചി. അതുകൊണ്ട് ബുദ്ധിയയെ അപ്പോൾ സഹായിക്കുകയോ ശുശ്രൂഷിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് രണ്ടുപേരും അങ്ങ് തീരുമാനിച്ചു. ആലു ഖാക്കർ ദോനോ വഹീം അലാവ് കെ പാസ് സോഗേ. ഉരുളക്കിഴങ്ങെല്ലാം കഴിച്ച് വിശപ്പ് അടങ്ങി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ആ നെരിപ്പോടിൻ്റെ അടുത്ത് കിടന്നുറങ്ങി. സബേരെ മാധവനെ അന്തർ ജാക്കർ ദേഖാത്തോ ബുദ്ധിയ മർ ചുകി ഥി. രാവിലെ മാധവ് എഴുന്നേറ്റ് നേരെ അകത്തുപോയി കുടിലിനകത്തുപോയി നോക്കിയപ്പോൾ നല്ല കാഴ്ചയാണ്, ബുധിയ മരിച്ചു കിടക്കുന്നു. ദോനോം ഛാത്തി പീട്കർ ചില്ലാനെ ലഗി. അപ്പോൾ രണ്ടുപേരും നെഞ്ചത്തിടിച്ച് കരയാൻ തുടങ്ങി. ഉൻകെ പാസ് കഫൻ ഖരീദിനെ കെ ലിയെ ഭി പൈസേ നഹി ദേ. അവരുടെ പക്കൽ കഫൻ വാങ്ങാൻ പോലും പൈസ ഉണ്ടായിരുന്നില്ല. ആസ്പാസ് കെ ലോഗോം സെ കഫൻ കെ ലിയെ പൈസേ മിലെ. ഓടിക്കൂടിയ എല്ലാവരും കൂടി പിരിവെടുത്ത് ശവക്കച്ച വാങ്ങാനുള്ള പൈസ കൊടുത്തു. കഫൻ ഖരീദിനെ കെ ലിയെ ദോനോ ബാസാർ ഗയെ. ശവക്കച്ച വാങ്ങാൻ വേണ്ടി രണ്ടുപേരും മാർക്കറ്റിലേക്ക് പോയി. ഉൻകോ ലഗാക്കി കഫൻ എക് അനാവശ്യക റിവാജ് ഹെ. അവർ രണ്ടുപേരും കൂടി തീരുമാനിക്കുകയാണ്, ശവത്തെ മൂടുന്ന ഈ തുണി ശവക്കച്ച അതൊരു അനാവശ്യമായ ആചരണമാണ്. ഷാം തക്ക് ബാസാർ മേ ഘൂമിനെ ഫിർനെ ബാദ്. വൈകുന്നേരം വരെ അവർ മാർക്കറ്റിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നതിന് ശേഷം കിസി ആന്തരിക പ്രേരണാസെ ദോനോം ശറാബ് ഖാനിമേം ഘുസ് ഗയെ. ഏതോ ഒരു അദൃശ്യ ശക്തി അവരെ അനുനയിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ അനുഗമിക്കുന്നത് പോലെ അവർ നേരെ മദ്യശാലയിലേക്ക് കയറി. ദോനോനെ ഭർപേട്ട് ശരാബ് പി. രണ്ടുപേരും വയറു നിറയെ മദ്യം കഴിച്ചു. നശേമേ മേ നാച്ചനെ അവർ ഗാനെ ലഗെ. ലഹരിയിൽ അവർ നൃത്തം ചെയ്യാനും പാടുവാനും തുടങ്ങി. അവർ ബുദ്ധിയാക്കി ആത്മാക്കോ ദുധായി ദേനെ ലഗി. അങ്ങനെ ബുദ്ധിയുടെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. നശേമേം ചൂർ ഗാത്തെ നാച്ചത്തെ വേ വഹീം ശറാബ് ഖാനെ സാമനെ ബേഹോഷ് ഗർപ്പടെ. ആ ലഹരിയിൽ അവർ പാടിയും നൃത്തം ചെയ്തും ഒക്കെ രണ്ടുപേരും ബോധരഹിതരായി ആ മദ്യശാലയുടെ ഫ്രണ്ടിൽ തന്നെ വീണു. പ്രേംചന്ദ് കി ശ്രേഷ്ഠ കഹാനിയോമേ ഏക് ഹെ കഫൻ. പ്രേംചന്ദിൻ്റെ വളരെ ശ്രേഷ്ഠമായ കഥകളിൽ ഒന്നാണ് കഫൻ. ഉൻകി അന്യരചനാവും കി ഭാന്തി ഇസ് കഹാനി മേ ഉനോനെ കിസി ആദർശ് കി ഓർ ഉന്മുഖ് നഹി ദിഖായി ദേത്തി. അദ്ദേഹത്തിൻ്റെ മറ്റ് കഥകളെ പോലെ തന്നെ ഈ കഥയിലും അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക ആദർശം ഇതിൽ കാണിച്ചിട്ടില്ല. ഇസ്മേ ഉനോനെ യഥാർത്ഥവാദി ചിത്രൻ കിയാഹെ. ഇതിൽ അദ്ദേഹം ഒരു യാഥാർത്ഥ്യം ആണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കിസോർ മാധവ് കാംചോർ और ആലസി ഹോഗേ തോ ഇസ്കാ കാരണം സാമാജിക വ്യവസ്ഥ ഹെ. കീസുവും മാധവും മടിയന്മാരും വേലകള്ളന്മാരും ആയെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സമൂഹത്തിൻ്റെ വ്യവസ്ഥിതിയാണ്. ജീത്തോട് मेहनत करने वाले किसानों को दिन में 2 बार भरपेट भोजन नहीं मिलता. വേണ്ടുവോളം പണിയെടുക്കുന്ന കർഷകർക്ക്, എല്ലുമുറിയെ പണിയെടുക്കുന്ന കർഷകർക്ക് 2 നേരം വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ പോലും ഈ സമൂഹത്തിൽ കിട്ടാറില്ല, കൊടുക്കാറില്ല. दूसरी ओर किसानों की कामचोरियों से लाभ उठाकर इन्हें गिने जमींदार ധനി ഹോ ജാത്തെ ഹെ. മറുഭാഗത്ത്
കർഷകരുടെ ദൗർബല്യത്തെ മുതലെടുത്ത് ഇവിടുത്തെ ജമീന്ദാരന്മാര് അനുദിനം ധനികന്മാരായിക്കൊണ്ടേയിരിക്കുന്നു. इस सामाजिक अन्याय की प्रतिक्रिया में अगर शोषित आदमी के भीतर अकर्मण्यता की मनोवृत्ति पनक उठे तो आश्चर्य की कोई बात नहीं. പ്രേംചന്ദ് പറയുകയാണ്, ഈ സാമൂഹികപരമായ അന്യായത്തിൻ്റെ പ്രതിഫലനം എന്നോണം ചൂഷണം അനുഭവിക്കുന്ന ഈ ജനങ്ങളുടെ മനസ്സിൽ അകർമ്മണ്യത എന്ന് പറയുന്ന അഥവാ ഏതെങ്കിലും ഒരു ജോലി ചെയ്യാനുള്ള അവരുടെ കഴിവില്ലായ്മ അങ്ങനെ ഉടലെടുക്കുന്നതിൽ ആശ്ചര്യപ്പെടാനുള്ള കാര്യമില്ല. ഭൂക്കെ ആത്മീ കെ ഭീതർ की മാനവിക ഭാവനയെ അപ്നെ ആപ്പ് മർ ജാത്തി ഹെ. വിശപ്പുള്ള മനുഷ്യൻ്റെ ഉള്ളിലെ മാനുഷിക വികാരം അത് സ്വയം നശിച്ചു പോകുന്നു. ഉസ്കെ ലിയേ മാന അഭിമാന കോയി അർത്ഥ നഹി ലഗ്ത. അവനെ സംബന്ധിച്ചിടത്തോളം മാനാഭിമാനങ്ങൾ തീരെ കുറവായിരിക്കും. ബലായി ബുരായി ക നൈതിക ബോധം ഉസ്മേം നഹി ലഗ്ത. നന്മ തിന്മകളുടെ നൈതിക ബോധവും അവനുണ്ടാവില്ല. യഹി കാരണം ഹെ കി മാധവ് കോ പ്രസവ പീഡ से तड़पती हुई स्त्री की ओर ध्यान देने की आवश्यकത का അനുഭവം नहीं होता. ഇതുകൊണ്ടാണ് മാധവന് തൻ്റെ പ്രസവവേദന അനുഭവിക്കുന്ന ഭാര്യയുടെ അടുത്ത് ചെന്ന് അവളെ ശുശ്രൂഷിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാതെ വന്നത്. യഹി നഹീം ഓ ചാത്താക്കി സ്ത്രീ ജൽദി ഹി മർജായും. ഇത് മാത്രമായിരിക്കില്ല, അവൻ ആഗ്രഹിക്കുന്നുണ്ട് ആ സ്ത്രീ പെട്ടെന്ന് മരിക്കട്ടെ. താക്കി വ ആരാം സെ സോ സകെ. എങ്കിൽ അവന് സുഖമായി ഉറങ്ങാം. കഫൻ ഖരീദനെ के लिए मिले पैसे से शराब पीने में उन्हें किसी तरह का अनौचित्य अनुभव नहीं होता. കഫൻ വാങ്ങാൻ കൊടുത്ത പൈസ കൊണ്ട് മദ്യപിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള അനൗചിത്യവും അവൻ അനുഭവിച്ചില്ല. ബൽക്കി യഹ് സോച്ച് കർ കി ഉൻകി ഖുശി സെ ബുധിയാ കി ആത്മാ കോ പുണ്യ മിലേഗ. നേരെ മറിച്ച് അവൻ വിചാരിച്ചത് അവൻ സന്തോഷിക്കുമ്പോൾ ബുദ്ധിയുടെ ആത്മാവിന് പുണ്യം ലഭിക്കുമെന്നാണ്. വേ അപ്പനെ കോ ഭുലാവേമേ ഡാൽത്തെ ഹെ. അവൻ സ്വയം ഭുലാവേമേ ഡാൽത്തെ ഹെ. അവൻ സ്വയം മറവിയിലേക്ക് പോകുന്നു. മനുഷ്യക്ക് ഇസ് നൈതിക പതൻ की सामाजिक कारण की ओर पाठकों का ध्यान आकृष्ट करना ही कहानीकार का उद्देश्य है. മനുഷ്യൻ്റെ ഈ തരത്തിലുള്ള നൈതിക പതനത്തിലേക്ക് സാമുദായിക പതനത്തിന് ഉണ്ടാകുന്ന ആ സാമുദായിക കാരണങ്ങളെ ആണ് വായനക്കാരൻ്റെ മുൻപിൽ ഈ കഥാകൃത്ത് പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് കഫൻ എന്ന് പറയുന്ന കഥയുടെ സാരം. ചോദിച്ചാൽ അത് എൻ്റെ കഥാവസ്തു സംക്ഷേപമേ ലിഖി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് ഈ കഥ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ള കുട്ടികൾക്കായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കഥയുടെ അടുത്ത ഒരു ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.